Hello everyone. ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് കോൺസെപ്റ്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഓൺ ഇനീക്വാലിറ്റി, ഡിസ്ക്രിമിനേഷൻ ആൻഡ് മാർജിനലൈസേഷൻ ഓൺ എഡ്യൂക്കേഷൻ. എന്താണ് ഇനീക്വാലിറ്റി? ഇറ്റ് ഈസ് അൺഫെയർ, നോട്ട് ആൻ ഈക്വൽ സ്റ്റേറ്റ്. ഇത് തികച്ചും അൺഫെയർ ആയിട്ടുള്ള, ഈക്വൽ അല്ലാത്തൊരവസ്ഥയാണ്. ജെനീവൻ ഫിലോസഫർ റൂസോ രണ്ട് ഇനീക്വാലിറ്റികളെ കുറിച്ച് പറയുന്നു: നാച്ചുറൽ ഇനീക്വാലിറ്റി ആൻഡ് സോഷ്യൽ ഇനീക്വാലിറ്റി. നാച്ചുറൽ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ ഡിഫറൻസസ് ആണ്, ലൈക്ക് ഏജ്, ഹെൽത്ത് ഓർ സ്ട്രെങ്ത്. അടുത്ത ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ ഇനീക്വാലിറ്റിയാണ്. സോഷ്യൽ ഇനീക്വാലിറ്റി ഈസ് ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻസ് ത്രൂ കൺവെൻഷൻസ് ലൈക്ക് വെൽത്ത്, പവർ, സോഷ്യൽ റാങ്ക്. വെൽത്ത്, പവർ, സോഷ്യൽ റാങ്ക് തുടങ്ങിയ കൺവെൻഷൻസ് വഴി ഹ്യൂമൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഇനീക്വാലിറ്റിയാണ് സോഷ്യൽ ഇനീക്വാലിറ്റി. അദ്ദേഹം ഇതിനെ തീർത്തും അൺനാച്ചുറൽ ആൻഡ് ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇനീക്വാലിറ്റിയായി കണക്കാക്കുന്നു. ഈഗലിറ്റേറിയൻ സൊസൈറ്റീസ് കണ്ടെയ്ൻ എ ഫെയർ എമൗണ്ട് ഓഫ് ഇക്വാലിറ്റി and no social group or individual enjoys greater access to economic resources, power or prestige. ഈഗലിറ്റേറിയൻ സൊസൈറ്റീസ് എന്ന് പറയുന്നത് എല്ലാവരും ഈക്വൽ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഈഗലിറ്റേറിയനിസം. അവർ വിശ്വസിക്കുന്നത് ഈഗലിറ്റേറിയൻ സൊസൈറ്റീസ് കണ്ടെയ്ൻ ഫെയർ എമൗണ്ട് ഓഫ് ഇക്വാലിറ്റി, അവിടെ ഇക്വാലിറ്റി ഉണ്ടായിരിക്കും. നോ സോഷ്യൽ ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വൽ എൻജോയ്സ് ഗ്രേറ്റർ ആക്സസ് ടു എക്കണോമിക് റിസോഴ്സ്, പവർ ഓർ പ്രസ്റ്റീജ്. എക്കണോമിക് റിസോഴ്സ്, പവർ, പ്രസ്റ്റീജ് തുടങ്ങിയ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനോ ഗ്രേറ്റർ ആക്സസ് ഉണ്ടായിരിക്കുന്നതല്ല. ഹയറാർക്കി, സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ക്ലാസ് ഡിവിഷൻസ് ആർ നോഷൻസ് യൂസ്ഡ് ബൈ ആന്ത്രപ്പോളജിസ്റ്റ്. ആന്ത്രപ്പോളജിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ഐഡിയാസാണ് ഹയറാർക്കി, സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ക്ലാസ് ഡിവിഷൻ. Sociologists and political scientists use this term to describe and denote social inequality. സോഷ്യൽ ഇനീക്വാലിറ്റിയെ ഡിനോട്ട് ചെയ്യാനും വിവരിക്കാനും സോഷ്യോളജിസ്റ്റുകളും പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളും ഈ ടേംസ് ഉപയോഗിക്കുന്നു. അടുത്തത് ഡിസ്ക്രിമിനേഷൻ. Discrimination is the process of unfairly treating a person or a group of people differently from other people or groups of people. ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തികച്ചും അൺഫെയർ ആയിട്ട് ഒരു വ്യക്തിയെയോ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയോ അൺഫെയർ ആയി ട്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിസ്ക്രിമിനേഷൻ. എവ്രി വൺ ഹാസ് ദ റൈറ്റ് ടു ബി ട്രീറ്റഡ് ഈക്വലി. എല്ലാവരും ഈക്വലായി ട്രീറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്, റിഗാർഡ്ലെസ് ഓഫ് വൺസ് സെക്സ്, റേസ്, എത്നിസിറ്റി, നാഷണാലിറ്റി, ക്ലാസ്, കാസ്റ്റ്, റിലീജിയൻ, ലാംഗ്വേജ്, ഏജ്, ഹെൽത്ത് ഓർ അതർ സ്റ്റാറ്റസ്. ജെൻഡർ, റേസ്, എത്നിസിറ്റി, നാഷണാലിറ്റി, ക്ലാസ്, കാസ്റ്റ്, റിലീജിയൻ, ലാംഗ്വേജ്, ഏജ്, ഹെൽത്ത്, അങ്ങനെ ഏത് സ്റ്റാറ്റസുമായിക്കോട്ടെ എല്ലാവരും തുല്യമായി ട്രീറ്റ് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അടുത്തത് മാർജിനലൈസേഷൻ. The process whereby something or someone is pushed to the edge of a group and given lesser importance. ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ആളുകളെ ഗ്രൂപ്പിൽ നിന്നും മാറ്റി നിർത്തപ്പെടുക അല്ലെങ്കിൽ അവർക്ക് ലെസ് ഇമ്പോർട്ടൻസ് നൽകുക, ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് മാർജിനലൈസേഷൻ. ദിസ് ഈസ് എ സോഷ്യൽ ഫിനോമിനൻ ബൈ വിച്ച് മൈനോറിറ്റി ഓർ സബ് ഗ്രൂപ്പ് എക്സ്ക്ലൂഡഡ്. ഈ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളെ ഒഴിവാക്കുന്ന ഒരു സോഷ്യൽ ഫിനോമിനനാണിത്. ആൻഡ് ദെയർ നീഡ്സ് ഓർ ഡിസയേഴ്സ് ഇഗ്നോർഡ്. അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം ഇഗ്നോർ ചെയ്യപ്പെടുന്ന ഒരവസ്ഥ. അടുത്തതായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഓൺ ഇനീക്വാലിറ്റി, ഡിസ്ക്രിമിനേഷൻ ആൻഡ് മാർജിനലൈസേഷൻ ഓൺ എഡ്യൂക്കേഷൻ. ഇനീക്വാലിറ്റിയെ കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ്. ആദ്യം ആർട്ടിക്കിൾ 14, ഇക്വാലിറ്റി ബിഫോർ ലോ. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 15, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ on grounds of religion, race, caste, sex or place of birth. റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്ത് മുഖേനയുള്ള ഡിസ്ക്രിമിനേഷനെ തടയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. അടുത്തത് ആർട്ടിക്കിൾ 15 ക്ലോസ് 1. The state shall not discriminate against any citizen on grounds of only of sex. അവരുടെ ജെൻഡറിൻ്റെ പേരിൽ ഒരു സിറ്റിസനെയും
ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15 ക്ലോസ് 1. അടുത്തത് ആർട്ടിക്കിൾ 15 ക്ലോസ് 3. ദ കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ദ സ്റ്റേറ്റ് ടു മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ വുമൺ ഇൻക്ലൂഡിംഗ് ദെയർ എഡ്യൂക്കേഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റിൻ്റെ അടുത്ത് വുമൺ എഡ്യൂക്കേഷന് സ്പെഷ്യൽ പ്രൊവിഷൻസ് നൽകാൻ പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15 ക്ലോസ് 3. ആർട്ടിക്കിൾ 15 ക്ലോസ് 4 പറയുന്നത് അലോ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ്. സോഷ്യലിയും എഡ്യൂക്കേഷൻ പരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് അലോ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15 ക്ലോസ് 4. നെക്സ്റ്റ് ആർട്ടിക്കിൾ 16. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. പബ്ലിക് എംപ്ലോയ്മെൻറ്റിൽ എല്ലാവർക്കും തുല്യ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ആർട്ടിക്കിളാണിത്. ആർട്ടിക്കിൾ 21 ക്ലോസ് എ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ. The state shall provide free and compulsory education to all children of the age of 6 to 14 years in such manner as the state may by law determine. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ഇത് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21 ക്ലോസ് എ. ആർട്ടിക്കിൾ 45. പ്രൊവിഷൻ ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 6 years. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ അതിൻ്റെ പ്രൊവിഷൻ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45. ആർട്ടിക്കിൾ 51 ക്ലോസ് എ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇത്രയും ആർട്ടിക്കിൾസാണ് ഇനീക്വാളിറ്റിയുടെ കീഴിൽ വരുന്നത്. ഇനീക്വാളിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ആർട്ടിക്കിൾസ്. അടുത്തത് മാർജിനലൈസേഷൻ. ആർട്ടിക്കിൾ 14. ഇക്വാലിറ്റി ബിഫോർ ലോ. ആർട്ടിക്കിൾ 15. Prohibition of discrimination on grounds of religion, race, caste, sex or place of birth. Article 28. Freedom as to attendance at religious instruction or religious worship in certain educational institution. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു വ്യക്തിക്ക് അവരുടെ റിലീജിയസ് ഇൻസ്ട്രക്ഷനും റിലീജിയസ് വർഷിപ്പും നടത്താനുള്ള ഫ്രീഡം നൽകുന്ന ആർട്ടിക്കിളാണിത്. ആർട്ടിക്കിൾ 29. പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. മൈനോറിറ്റീസിൻ്റെ താല്പര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണിത്. ആർട്ടിക്കിൾ 30. റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മൈനോറിറ്റീസിന് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 39 comes under DPSP, Directive Principles of State Policy. The state shall in particular direct its policies towards securing right to an adequate means of livelihood to all the citizens. എല്ലാ സിറ്റിസൺസിനും ലൈവ്ലിഹുഡിനുള്ള അഡിക്വേറ്റ് മീൻസിനുള്ള അവകാശം. The ownership and control of material resources shall be organized in a manner to serve the common good. The state shall avoid concentration of wealth in a few hands. Equal pay for equal work for both men and women. The protection of the strength and health of the workers. Childhood and youth shall not be exploited. DPSBയുടെ കീഴിൽ വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39. ബേസിക് ആയിട്ടുള്ള ലൈവ്ലിഹുഡും അതുപോലെ തന്നെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ബോത്ത് മെൻ ആൻഡ് വിമൻ. സ്ട്രെങ്ത്തും ഹെൽത്തും വർക്കേഴ്സിൻ്റെ സ്ട്രെങ്ത്തും ഹെൽത്തും പ്രൊട്ടക്റ്റ് ചെയ്യുക. ചൈൽഡ്ഹുഡും യൂത്തും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ആർട്ടിക്കിൾ 42. The state shall make provisions for securing just and humane conditions of work and for maternity relief. നീതിപരമായിട്ടും ഹ്യൂമെയിൻ കണ്ടീഷൻസും അടങ്ങിയിട്ടുള്ള വർക്ക്, അതുപോലെ മറ്റേണിറ്റി റിലീഫ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്ന
ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 42. ആർട്ടിക്കിൾ 46 പ്രൊവിഷൻ ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 6 years. അടുത്ത കോൺസെപ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ്. ഡിസ്ക്രിമിനേഷൻ്റെ കീഴിൽ വരുന്ന ആർട്ടിക്കിൾസ് ഡിസ്ക്രിമിനേഷൻ തടയാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ. ആർട്ടിക്കിൾ 15 prohibition of discrimination on grounds of religion, race, caste, sex or place of birth. Article 16 equality of opportunity in matters of public employment. ആർട്ടിക്കിൾ 14 15 16 എല്ലാം കോമൺ ആയിട്ട് എല്ലാത്തിലും ആഡ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിൾസ് ആണ്. അതുപോലെ ആർട്ടിക്കിൾ 21 ക്ലോസ് എ തുടങ്ങിയവ. ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റി അബോളിഷ് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 26 ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫെയർ. റിലീജിയസ് കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള അവകാശം. ആർട്ടിക്കിൾ 38 സ്റ്റേറ്റ് ടു സെക്യൂർ എ സോഷ്യൽ ഓർഡർ ഫോർ ദ പ്രൊമോഷൻ ഓഫ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ആൾക്കാരുടെ ക്ഷേമത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 38. Conclusion. Education inequality means every child should get the same chance to learn, no matter their background. എല്ലാ ചൈൽഡിനും ഒരേപോലെ എഡ്യൂക്കേഷൻ ഇക്വാലിറ്റി ഉണ്ടാവണം. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഏതുമായിക്കോട്ടെ എല്ലാ കുട്ടികളും ഈക്വലി എഡ്യൂക്കേഷൻ ലഭിക്കണം. മെനി ചിൽഡ്രൻ ഫേസ് അൺഫെയർ ട്രീറ്റ്മെൻറ്റ് ഡ്യൂ ടു പോവർട്ടി. പല കുട്ടികളും പോവർട്ടി കാരണം അല്ലെങ്കിൽ കാസ്റ്റ്, ജെൻഡർ, ലാംഗ്വേജ് അല്ലെങ്കിൽ അവരെവിടെയാണോ താമസിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് അവർ അൺഫെയർ ട്രീറ്റ്മെൻറ്റ് അനുഭവിക്കുന്നുണ്ടാകും. അതെല്ലാം മാറ്റി നിർത്തപ്പെട്ട് അവർക്കെല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാനും ജീവിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടാവണം. ഡിസ്ക്രിമിനേഷൻ ഇൻ സ്കൂൾസ് like treating children differently because of who they are causes some students to drop out or feel left out. നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് അവർ സ്കൂളിൽ നിന്നും വിവേചനം നേരിടുകയാണെങ്കിൽ അതുവഴി അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്യാനും ഒറ്റപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഒഴിവാക്കണം. The Constitution protects the right to education and aims to end these inequalities through laws and policies. പോളിസികൾ വഴിയും ലോസ് വഴിയും ഇനീക്വാലിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ വ്യക്തികൾക്കും എല്ലാ കുട്ടികൾക്കും റൈറ്റ് ടു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. To make education fair, governments and communities must work together to remove barriers and support all children equally. എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഒരേ രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റും കമ്മ്യൂണിറ്റീസും ഒരുമിച്ച് വർക്ക് ചെയ്ത് എല്ലാ കുട്ടികളെയും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അടുത്തത് MCQ. Which of the following best defines marginalization in education? Option A. Unequal access to educational resources for specific groups. B. Providing free education to all citizens. C. Focusing only on urban educational development. D. Privatization of the education sector. Correct answer option A. Unequal access to educational resources for specific groups. അടുത്ത ചോദ്യം. Which article of the Indian Constitution prohibits discrimination on the grounds of religion, race, caste, sex or place of birth? Article 14, 15, 19, 21. Answer option B. Article 15. Prohibition of discrimination on grounds of religion, race, caste, sex or place of birth. Next question. What does the term social stratification refers to? The ranking of individuals or groups based on wealth, power or prestige. Option B. The equal distribution of resources in society. Option C. The process of cultural assimilation. Option D. The abolishment of class divisions. Right answer is option A. The ranking of individuals or groups based on wealth, power or prestige. Next question. Which constitutional article guarantees the right to education? Article 19, Article 21 clause A, Article 30, Article 45. Answer is
Option B, Article 21A. Next question. Marginalization can occur due to which of the following factors? Option A, caste, creed, gender and economic status. B, only religion and language. C, only region-based differences. D, only physical disability. Answer is option A, caste, creed, gender and economic status. Next question. Reason and assertion. Assertion. Education can reduce social inequality. Reason. Education provides all individuals with the same quality of opportunity. A. Both A and R are true, but and R is the correct explanation of A. Option B. Both A and R are true, but R is not the correct explanation of A. Option C. A is true, but R is false. D. A is false, but R is true. Answer is C. A is true, but R is false. Seventh question. Reason and assertion. Assertion. Gender equality in education improves national development. Reason. Educated women are more likely to participate in the workforce. Option A. Both A and R are true and R is the correct explanation of A. B. Both A and R are true, but R is not the correct explanation of A. C. A is true, but R is false. D. A is false, but R is true. Answer is option A. Both A and R are true, and R is the correct explanation of A. Next question. How does economic inequality affect education outcomes? A. It leads to equal access to quality schools. B. It causes differences in learning resources and school quality. C. It ensures improved standardized testing for all. D. It removes all barriers to higher education. Answer is option B. It causes differences in learning resources and school quality. Ninth question. Which article of the Constitution abolishes untouchability? Option A, Article 14. Option B, Article 16. Option C, Article 17. And option D, Article 25. It is option C, Article 17. Next question. Which one of the following articles deals with the equality of opportunity in matters of public employment? A, Article 15. B, Article 16. C, Article 21. D, Article 25. The answer is Article 16. Thank you.